ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നലെ നമ്മുടെ KSRTC ബസ്സൊക്കെ സ്തംഭിച്ചു കേട്ടോ. മഹിളാ മോർച്ചയുടെ ഗംഭീര ഒരു സമരമായിരുന്നു. അതായത് നമ്മുടെ UDF അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ബസ്സിൽ നടത്താം. അത് ഈ വരുന്ന 15-ാം തീയതി തൊട്ടായിരിക്കും നടപ്പാക്കാൻ പോകുന്നത്. അതായത് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിനുശേഷം ഒരു 6 ദിവസം 10 ദിവസത്തിനുള്ളിൽ അവരും പുതിയ മന്ത്രിസഭ രൂപീകരിച്ച് അധികാരത്തിൽ വരും. അതുകൊണ്ടാണ് 15-ാം തീയതി തൊട്ട് സ്ത്രീകൾക്ക് ബസ്സിനകത്ത് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം എന്ന ഒരു പ്രഖ്യാപനം നടത്തിയത്. UDF-നകത്ത് ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഒരുപാട് ഘടകകക്ഷികളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ അഭിപ്രായം മാനിച്ചുകൊണ്ട് വേണം കേരളത്തിലൊരു പുതിയ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. എന്തായാലും VD സതീശനും KC-യും അതുപോലെ തന്നെ ചെന്നിത്തലയും എല്ലാം കൂടെ കടിപിടി കൂടി അവസാനം ഹൈക്കമാൻഡ് ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് VD സതീശനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചു. ഈ വരുന്ന തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷമാണ് ഒരു ഭരണ സംവിധാനം നിലവിലേക്ക് വരുന്നത്. എന്താണെങ്കിലും ഇതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത നമ്മുടെ സംഘടി ചേച്ചിമാരെല്ലാം കൂടെ ഇപ്പം ബസ്സിനകത്തേക്ക് അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് കയറി ഒന്നും പറയണ്ട. ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, തലയ്ക്കകത്ത് ലശേഷം ബോധമില്ലാത്ത ഈ ചേച്ചിമാരെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത്? ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാനും സംഘികളുടെ ഇടയിലും ആളുണ്ട് കേട്ടോ. നമ്മുടെ കാളിയണ്ണനുണ്ടല്ലോ, കാളിയണ്ണൻ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുത്തു. അതുകൊണ്ടാണ് കാളിയണ്ണന്റെ കുറെ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ വിശേഷമായിട്ട് നമ്മുടെ കാളിയണ്ണൻ കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പം സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘികളിൽപ്പെട്ട ചില ആൾക്കാർക്ക് ഇപ്പം കാളിയണ്ണനോട് വല്ലാത്ത ഒരു എന്താ പറയുക ചൊറിച്ചിലും ഊത്തലും കടിയൊക്കെ ഉണ്ട്. ഇപ്പൊ കാളിയണ്ണൻ പറയുന്ന എല്ലാത്തിനോടും നമുക്ക് യോജിപ്പൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാ വാർത്തകൾക്ക് നിങ്ങൾ യോജിക്കണമെന്നില്ലല്ലോ. അപ്പൊ ഒരിക്കൽ പോലും ബസ്സിനകത്ത് യാത്ര ചെയ്യാത്ത ഈ സംഘിണി ചേച്ചിമാരെല്ലാം വീട്ടിലൊരു പണിയും ഇല്ലാതെ ഇപ്പൊ ചാടി പിടിച്ചെല്ലാം ബസ്സിനകത്ത് കയറി എവിടെ പോകുകയാണ്? എവിടെ പോകുമൊന്നും വേണ്ടതേ, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു പ്രകസനം ഇവർക്ക് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കണ്ടേ? നിങ്ങളെ ആദ്യം മനസ്സിലാക്കുക, ഇവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള സ്ത്രീ സമൂഹം ഉണ്ടല്ലോ, അവർക്കറിയാം കൃത്യമായിട്ട് അതെന്താണ്, അല്ലെങ്കിൽ എപ്പോഴാണ് അത് നടത്താൻ പോകുന്നത്, അത് നടത്തുവോ ഇല്ലയെന്നൊക്കെ. അപ്പൊ പൊതുജനങ്ങൾ രംഗത്തിറങ്ങും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണെന്നുള്ളത് തലയ്ക്കകത്ത് വിവരമുള്ള കാളിയണ്ണനെ പോലുള്ള ആൾക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്തായാലും നമുക്ക് ഈ ചേച്ചിമാരുടെ ആ പ്രകടനങ്ങളൊക്കെ ഒന്ന് കണ്ടാലാ. ആഹാ, എന്താ സമരം! ഇവരാണ് ഇനി നമ്മുടെ കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങൾ കേട്ടോ. ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സമരമുഖത്തേക്ക് ഇറങ്ങിത്തിരിക്കാൻ വന്നിട്ടുള്ള ധീര വനിതകളായിട്ടുള്ള മഹിളാ മോർച്ച പ്രകടനം കണ്ടു. VD സതീശനല്ലേ പറഞ്ഞത് മെയ് 15 മുതലായിട്ട് ഫ്രീ സൗജന്യ യാത്ര ചെയ്യാമെന്ന്? സതീശൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ബസ് ഇവിടെ പോകുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബസ് പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ നമുക്ക് നീതി നൽകുന്നിടത്തോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും, സമരം ചെയ്യും നമ്മൾ. അവർ പറഞ്ഞതാണ്, അവർ മെയ് 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് പറയാമായിരുന്നു ഞാൻ മുഖ്യമന്ത്രി ആയ ശേഷം, അല്ലെങ്കിൽ നമ്മളെ മിനിസ്റ്റർമാരുടെ ക്യാബിനറ്റ് രൂപീകരണം ആയ ശേഷം നമുക്ക് കൊടുക്കാൻ പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. മെയ് 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞ അനുസാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ഇന്ന് നീതി കിട്ടണം. നമ്മളെ കേട്ടാണ്ട് ഒരു ബസ്സിന് പോകണ്ട. അവർ ബസ് ഡ്രൈവർ പറയുന്നത് ടിക്കറ്റ് കൊടുക്കാണ്ട് നമുക്ക് പോകാൻ അനുവാദമില്ലമാണ്. അപ്പൊ അങ്ങനെ അനുവാദമില്ലെങ്കിൽ ആരും പോകണ്ട. ആരും പോകണ്ട. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല ബംഗാളി സ്ത്രീയാണോ എന്നല്ലേ? അല്ല കേട്ടോ, ഇത് നമ്മുടെ കാസർഗോഡ് നിന്ന് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് 8 നിലയിൽ പൊട്ടിപ്പോയി ചേച്ചിയ. ഇന്നേ വരെ ബസ്സിൽ കയറി യാത്ര ചെയ്യാത്ത കുരുപ്പുകളെല്ലാം കൂടെയാണ് ഇപ്പൊ ഇവിടെ വന്നിരുന്നുണ്ട് ഈ സമരം ചെയ്യുന്നത്. എന്താ അല്ലേ, ഒന്നും പറയാനില്ല. ഇനിയുണ്ട്, തീർന്നിട്ടില്ല. 33% വനിതകൾക്ക് സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്ത ആളുകളാണ് സ്ത്രീകളുടെ വോട്ട് ബാങ്കിന്, സ്ത്രീകളുടെ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാനായിട്ട് അവർക്ക് ഇട്ടു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് കേരളത്തിലെ സ്ത്രീകൾ അവഗണനയുടെ പാതയിലായിരുന്നു എന്നുള്ളതറിയാം. അവർക്ക് എന്താണ് കേരള സർക്കാർ കൊടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അത്തരത്തിൽ അവരെ രണ്ടുപേരെയും കൂടി ഒരുമിച്ചുകൊണ്ട് നിങ്ങൾ 10 വർഷം, ഇനി ഞങ്ങൾ 10 വർഷം ഭരിക്കണ്ടേ, നമുക്ക് ഇവിടെ ഒന്നും കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ സ്ത്രീകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ല, പെട്രോളിനും ഡീസലും വില വർധനമായോ? ടിക്കറ്റ് കൊടുക്കില്ല എന്നല്ല സർക്കാർ നമ്മളോട് പറഞ്ഞത്, ടിക്കറ്റ് എടുക്കണ്ടെന്നാണ്. ഒരേ കാര്യമാണ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്കറിയാം, വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള സമയം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർ പറയണമായിരുന്നു എന്ത്, ഞങ്ങളുടെ സർക്കാർ ആകട്ടെ, ഞങ്ങളുടെ സർക്കാർ ആയതിനു ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തരാം. പക്ഷെ അവർ കൃത്യമായി 15-ാം തീയതി മുതൽ എന്ന് പറയുമ്പോൾ ഈ 15 എന്ന ഡേറ്റിൽ അവർ കാള വെറ്റെന്ന് കേട്ടപ്പോൾ കയറെടുത്ത ഈ മഹിളാ മോർച്ച കോമഡി ടീമുകളെന്ന് കാണിക്കുന്നുണ്ടെ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പരിഹസിക്കുകയാണ് ആൾക്കാർ കേട്ടോ. സത്യം പറയാലോ, തലയ്ക്കകത്ത് ചാണകമാണെന്ന് വീണ്ടും തെളിയിക്കുക. ഈ പശ്ചിമേഷ്യ യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞെന്താണെന്നറിയാമോ? നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, നമുക്കിവിടെ ഒരു കുഴപ്പമില്ല, നമുക്കിവിടെ സുലഭമായ രീതിയിൽ പെട്രോളും ഡീസലും അതുപോലെ ഗ്യാസും ഒക്കെ നമുക്ക് കിട്ടും, അതിനൊന്നും ഒരു ക്ഷാമമില്ല, അതിന് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ്
മൂപ്പര് പറഞ്ഞത് 3 രൂപ വീണ്ടും പെട്രോളിന് കൂട്ടിയെന്നാണ് കേൾക്കുന്നത്. ഈ 3 രൂപ പെട്രോളിന് കൂട്ടുമ്പോഴത്തേക്കും മറ്റെല്ലാ അവശ്യ സാധനങ്ങൾക്കും വില അങ്ങ് കുതിച്ചങ്ങ് കയറും. ഇതുപോലും മനസ്സിലാക്കണം. അതായത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരുവിധ തരത്തിലുള്ള ഗുണവും ചെയ്യാത്ത ഒരു സർക്കാർ അപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ഇന്നലെ അധികാരത്തിലോട്ട് കയറാൻ പോകുന്ന ഒരു സർക്കാരിന്റെ വാഗ്ദാനം നടപ്പാക്കിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന ചേച്ചിമാരെല്ലാം കൂടെ പോകാനൊന്നും ഒരു സ്ഥലമൊന്നുമില്ല, ചുമ്മാ ഈ ബസ്സിനകത്തോട്ട് അങ്ങ് ഇടിച്ചങ്ങ് കയറി എങ്ങോട്ടെങ്കിലും അങ്ങ് പോയി ഇറങ്ങുക, തിരിച്ചിങ്ങോട്ട് വരിക, ഫ്രീ ആണല്ലോ. ഇനി നമ്മുടെ കാളിയെണ്ണം കൊടുക്കുന്നില്ലേ സംഗിണി ചേച്ചിമാർക്ക് കൊടുക്കുന്ന മറുപടി ഒന്ന് കേട്ടോ. അടിപൊളി. അവർ കുറച്ച് സമയം കൊടുക്കുന്നേ. ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ വിജയനോട് പറഞ്ഞു കേട്ടില്ലേ, 6 മാസത്തിന് ഞങ്ങൾ ശല്യമൊന്നും ചെയ്യില്ല, പുതിയ സർക്കാരല്ലേ, അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും. അതുപോലെ തന്നെ 10 വർഷം കഴിഞ്ഞിട്ട് ഭരണത്തിൽ കയറുന്നൊരു പാർട്ടിയല്ലേ കോൺഗ്രസ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ന്യൂനതകൾ അവർക്കുണ്ടാവും. പുതിയ കുറേ അപ്ഡേഷനൊക്കെ വന്നല്ലേ പല കാര്യത്തിൽ. അപ്പോൾ അതിനൊക്കെ ഒരു സമയം കുടിക്കുങ്ങളെ. ഇന്നലെ മുഖ്യമന്ത്രിയായി ഇന്ന് തന്നെ അങ്ങോട്ട് സൗജന്യ യാത്ര കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ മര്യാദയായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നതും കോൺഗ്രസിനല്ലേ. കോൺഗ്രസ് ഒരു വാക്ക് പറഞ്ഞിട്ട് ഇവിടെ സ്ത്രീകളുടെ വോട്ട് മുഴുവനും വാങ്ങി. സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമൊന്നുമല്ല. എവിടെയെങ്കിലും പോകണമെന്ന് തോന്നുകയാണെങ്കിൽ നേരെ ബസ് സ്റ്റോപ്പിൽ വരണം, KSRTC കൈയ്യട്ടണം, കയറി പോകണം, 10 പൈസ കൊടുക്കണ്ടെന്ന് പറയുന്നത് വലിയ ഉപകാരം തന്നെയാണ്. അതിന് സംശയമൊന്നും വേണ്ട. അതവർ കൊടുക്കാൻ സാധിച്ചാൽ അവർ വിജയിച്ചു. സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വൻ പരാജയമായിരിക്കും അടുത്ത പ്രാവശ്യം മുതൽ ഉണ്ടാവുക. അപ്പോൾ അവർക്കൊരു സമയം കൊടുക്കുക. അത് കണക്കെടുപ്പൊക്കെ നടക്കണല്ലേ ഉള്ളൂ. അതിന് മുമ്പ് നിങ്ങൾ റോട്ടിലിറങ്ങിയിട്ട് അവരെ പേടിപ്പിക്കല്ലേ. പിന്നെ ഈ വാഗ്ദാനങ്ങൾ എന്നൊക്കെ പറയണത് രാഷ്ട്രീയമല്ലേ. നമ്മളും കുറേ വാഗ്ദാനമൊക്കെ പറഞ്ഞാണ്. ചിലതൊക്കെ പാലിക്കും, ചിലതൊക്കെ അങ്ങനെ കിടക്കും. അത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. നമ്മളെ തന്നെ പലപ്പോഴും വിമർശിക്കുന്നത് നമ്മൾ കേട്ടില്ല സോഷ്യൽ മീഡിയ വഴി. പക്ഷെ അതിൻ്റെ പേരിൽ റോഡിലൊന്നും ഇറങ്ങിയിട്ട് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സീനൊന്നും ആരും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് രാഷ്ട്രീയ മര്യാദയൊക്കെ കൊടുത്തിട്ട് നിങ്ങളൊന്ന് കുറച്ച് ദിവസം ഒന്ന് കാത്തു വെക്കി. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ പറയുന്നത് കേട്ടോ, നിങ്ങളെ തിരുത്താനൊന്നുമല്ല. ഞാനൊരു അഭിപ്രായം പറയുന്നു. അവർ കുറച്ചുകൂടി സമയം കൊടുക്കണം. കയറിയിട്ടല്ലേ ഉള്ളൂ, സമയമുണ്ട്. അണ്ണൻ പറഞ്ഞ അഭിപ്രായത്തോട് 100% ഞാൻ യോജിക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങളും യോജിക്കും. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം യോജിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സർക്കാർ അധികാരത്തിൽ കയറി അവരൊന്ന് അവിടെ നിന്ന് ഉറച്ചിരുന്ന് ഇപ്പോഴത്തെ ആ KSRTCയുടെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അവർ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നടപ്പാക്കാനായിട്ടുള്ള ഉത്തരവ് കൊടുക്കും. അതിനുശേഷം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം കേരളത്തിലെ സകലമാന സ്ത്രീ സമൂഹം രംഗത്തേക്ക് ഇറങ്ങട്ടെ. നിങ്ങൾ സമരം ചെയ്യൂ, അതിൻ്റോടൊപ്പം ഞങ്ങളും നിങ്ങളുടെ കൂടെ നിൽക്കാം. എല്ലാ പാർട്ടികളും വരുന്ന സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ അങ്ങോട്ട് കോരിക്കൊടുക്കും. കേന്ദ്ര സർക്കാർ വാരിക്കോരി കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്കും 1 ലക്ഷം വരും അല്ലേ. പിന്നെ പ്രധാനമന്ത്രിയുടെ എന്തൊക്കെയോ പദ്ധതികൾ അത് എല്ലാ ഉപഭോക്താക്കൾക്കും ലഭിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ ആരെങ്കിലും പാലിച്ചോ? ഇപ്പം ഈ പെട്രോൾ, ഡീസൽ, ഗ്യാസിൻ്റെ വില എന്ന് പറഞ്ഞാൽ കുത്തനെ അങ്ങോട്ട് കുതിച്ച് കയറിയിരിക്കുക. ഒരു ഹോട്ടലിൽ പോയിട്ട് ഇപ്പോൾ ഒരു ചായ കുടിക്കണമെങ്കിൽ നമുക്ക് 12-13 രൂപ കൊടുക്കണം സാധാരണ ഒരു ഹോട്ടലിൽ. അതിലും കുറച്ചുകൂടെ വലിയ ഹോട്ടലിലേക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വില കൊടുക്കണം. ഇവിടുത്തെ സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? ഈ പശ്ചിമേഷ്യ യുദ്ധം നടന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നിങ്ങൾ സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിനെതിരെയാണ്. നമ്മുടെ കംപ്ലീറ്റ് സ്വത്തുക്കളും സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റ് തൊലച്ച സർക്കാരിനെതിരെ വേണം ചേച്ചി നിങ്ങളുടെ ഈ ജനരോഷം കൊണ്ടുവരാൻ കേട്ടോ. എന്തായാലും നമ്മുടെ കാളിയണ്ണന് വലിയൊരു സല്യൂട്ട്. കാര്യം മനസ്സിലാക്കി താങ്കൾ പറഞ്ഞല്ലോ, അത് തന്നെ ഒരു സന്തോഷം. കാരണം സത്യം ആര് പറഞ്ഞാലും അത് സംഖ്യ ആയിക്കോട്ടെ ഇനി ആരായിക്കോട്ടെ, സത്യം പറയുമ്പോൾ നമ്മൾ അത് അംഗീകരിക്കണം. അത് അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളും അവരും തമ്മിൽ ആരായി അല്ലേ. എന്തായാലും കാളിയണ്ണ ബിഗ് സല്യൂട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമന്റുകൾ അറിയിക്കാൻ മറക്കരുത്. അതായത് നമ്മുടെ വീരപുത്രിമാരുടെ സമരത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും